ഹായ് ഓൾ. ഞാൻ കുറേ നാളായിട്ട് പറയണമെന്ന് വിചാരിച്ചൊരു വിഷയമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു ഡയറ്റീഷ്യൻ്റെ സേവനം തേടിയിട്ടുള്ള ആൾക്കാരായിരിക്കും നിങ്ങളിൽ പലരും. നിങ്ങൾ വെയിറ്റ് ലോസ് ആയിട്ടോ അല്ലെങ്കിൽ വെയിറ്റ് ഗെയിനോ അല്ലെങ്കിൽ ഡയബറ്റീസ് മാനേജ്മെൻറ്റ് അങ്ങനെ പല കാര്യങ്ങൾക്ക് ഒരു ഡയറ്റീഷ്യൻ്റെ സേവനം എന്തെങ്കിലുമൊക്കെ തേടിയ ആൾക്കാരായിരിക്കും കൂടുതലും. അപ്പോൾ നമ്മളൊരു ഡയറ്റീഷ്യൻ്റെ സേവനം തേടുമ്പോൾ അവർ ക്വാളിഫൈഡ് ആണോ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബൊക്കെ തുറക്കുമ്പോൾ ഒരുപാട് ഓൺലൈനായിട്ട് ന്യൂട്രീഷനിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒത്തിരി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, ഒത്തിരി പേജസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരിൽ പലരും ഒന്നെങ്കിൽ MBBS ഡോക്ടേഴ്സ്, അല്ലെങ്കിൽ ആയുർവേദ ഡോക്ടേഴ്സ്, അല്ലെങ്കിൽ ഹോമിയോ ഡോക്ടേഴ്സ്, അല്ലെങ്കിൽ സർജൻ, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റ്, ഫിറ്റ്നസ്, അല്ലെങ്കിൽ HR മാനേജർ, അങ്ങനെ പല രീതിയിൽ വർക്ക് ചെയ്തിട്ട് അതിനുശേഷം ഒരു 3 മന്ത് കോഴ്സോ അല്ലെങ്കിൽ ഒരു 6 മന്ത് കോഴ്സോ പഠിച്ചിട്ട് ന്യൂട്രീഷനിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഈ കൂട്ടത്തിൽ പലരും. അപ്പോൾ ആക്ച്വലി ഒരു ഡയറ്റീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയോ? അത് ഒരു 3 മന്ത് കോഴ്സോ അല്ലെങ്കിൽ 6 മന്ത് കോഴ്സോ പഠിക്കുന്ന ഒരു കാര്യമല്ല ഡയറ്റീഷ്യൻ ഒരിക്കലും. അതൊരു കോഴ്സുമല്ല. അത് ഡിഗ്രി, PG 5 വർഷത്തെ ഡിഗ്രി, PG പഠിച്ചതിന് ശേഷമാണ് ഞങ്ങളൊക്കെ ഡയറ്റീഷ്യൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡിഗ്രി ഒരു 3 ഇയർ ഡിഗ്രി, ബാച്ചിലേഴ്സ് ഡിഗ്രി, ഒന്നെങ്കിൽ ക്ലിനിക്കൽ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ്, അല്ലെങ്കിൽ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ഹോം സയൻസ്, ഫുഡ് സർവീസ് മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ ന്യൂട്രീഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ, അങ്ങനെ ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഡയറ്റക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയം ഡിഗ്രി പഠിച്ചിരിക്കുന്ന ആളായിരിക്കണം. അപ്പം നമുക്ക് ഡിഗ്രിയുടെ കൂടെ തന്നെ ഒരു 1 മന്ത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇൻറ്റേൺഷിപ്പൊക്കെ ഈ ക്ലിനിക്കൽ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് പറയുന്ന ഡിഗ്രിയിലൊക്കെ ഉണ്ട്. ഞാനൊക്കെ പഠിച്ചത് ഡിഗ്രി ക്ലിനിക്കൽ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് ആയിരുന്നു. അതിനുശേഷം 2 വർഷം മാസ്റ്റേഴ്സ് ഡിഗ്രി ഈ സെയിം വിഷയത്തിൽ നമ്മൾ ചെയ്തിരിക്കണം. ഫുഡ് ആൻഡ് ന്യൂട്രീഷനോ അല്ലെങ്കിൽ ഫുഡ് സർവീസ് മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ ക്ലിനിക്കൽ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സോ അല്ലെങ്കിൽ ഹോം സയൻസ്, അങ്ങനെ ഏതെങ്കിലും ഒരു വിഷയം മാസ്റ്റേഴ്സ് ഡിഗ്രിയും ചെയ്ത ആളായിരിക്കണം ഡയറ്റീഷ്യനായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ മാസ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ക്ലിനിക്കൽ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് MSCയുടെ കൂടെ തന്നെ ഒരു 6 മന്ത് നമുക്ക് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇൻറ്റേൺഷിപ്പും ഉണ്ട്. അപ്പോൾ നമ്മൾ ഡിഗ്രി അല്ലെങ്കിൽ PG കാലയളവിൽ തന്നെ ഡയറ്റീഷ്യൻസിൻ്റെ റോൾ എന്താണ്, അവർ പേഷ്യൻസുമായിട്ട് എന്തൊക്കെയാണ് എങ്ങനെയാണ് ഇടപെടുന്നത്, അപ്പോൾ നമ്മൾ ഫുഡും നമ്മൾ തിയറി പഠിച്ചത് മാത്രമല്ല പ്രാക്ടിക്കൽ സൈഡ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നമ്മുടെ PG കാലയളവിൽ തന്നെ നമ്മൾ ആ 6 മന്ത് കൊണ്ട് ഓൾമോസ്റ്റ് നമ്മൾ പഠിച്ചിരിക്കും. അതിനുശേഷം നമുക്ക് ഏതെങ്കിലും ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒരു 6 മന്ത് ഇൻറ്റേൺഷിപ്പോ അല്ലെങ്കിൽ 1 ഇയർ ഒരു ജൂനിയർ ഡയറ്റീഷ്യനായിട്ടൊക്കെ നമുക്ക് സേവനം ചെയ്യാം. അതിനുശേഷം നമുക്ക് ഡയറ്റീഷ്യനായിട്ട് വർക്ക് ചെയ്യാം. ഇപ്പം ലാസ്റ്റ് ഞാൻ പറഞ്ഞ കാര്യം നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഡിഗ്രി PG പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ട് ഡയറ്റീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതിൽ ഒരു പ്രശ്നമില്ല. പക്ഷേ അതല്ലാതെ ഒരു ഡിഗ്രി വേറെ ഒരു വിഷയം ഡിഗ്രി പഠിച്ചിട്ട് അതിനുശേഷം ഒരു 3 മന്തോ അല്ലെങ്കിൽ 6 മന്തോ സർട്ടിഫിക്കറ്റ് കോഴ്സോ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ കോഴ്സോ ന്യൂട്രീഷൻ പഠിച്ചിട്ട് എങ്ങനെയാണ് ഒരു ന്യൂട്രീഷനിസ്റ്റായിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഡിഗ്രി ക്ലിനിക്കൽ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് പഠിച്ച ആളാണ്. ഞാൻ PG ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ പഠിച്ച ആളാണ്. എനിക്ക് 10 ഇയർ എക്സ്പീരിയൻസ് ഉണ്ട്, 10+ ഇയർ എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ AAHP രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട്. അലൈഡ് ഹെൽത്ത് പ്രൊഫഷണലിൽ ഞാൻ രജിസ്ട്രേഷൻ എടുത്ത ഒരാളുമാണ്. അപ്പോൾ ഞാനൊരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റോ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഈ ഡയറ്റീഷ്യൻ പഠിച്ച ശേഷം ഞാനൊരു 3 മന്തോ അല്ലെങ്കിൽ 6 മന്തോ കോഴ്സ് പഠിച്ചിട്ട് ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റായിട്ടോ അല്ലെങ്കിൽ ഞാനൊരു ആയുർവേദ ഡോക്ടറിൻ്റെ എന്തെങ്കിലും ഓൺലൈൻ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് സേവനം തേടുമോ? അതേപോലെ തന്നെയാണ് ഇതും. അപ്പോൾ ഞങ്ങൾ 5 വർഷം പഠിച്ച പ്രൊഫഷണലിനെയും ഈ 3 മന്ത് കോഴ്സ് അല്ലെങ്കിൽ 1 മന്ത് കോഴ്സ് പഠിച്ച പ്രൊഫഷണലിനെയും സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എനിക്ക് മാത്രം പറയാനുള്ള കാര്യമല്ല, ഞങ്ങൾ ഡയറ്റീഷ്യൻസിന് നിങ്ങൾ സമൂഹത്തോട് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ അവരുടെ RD അനുസരിച്ച്, റെക്കമെൻഡ് ഡയറ്ററി അലവൻസ് അനുസരിച്ച്, അവരുടെ ഹൈറ്റ്, വെയിറ്റ്, അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, ഏജൊക്കെ അനുസരിച്ച് ഓരോരുത്തർക്കും വേണ്ട ഡയറ്റ് വ്യത്യസ്തമാണ് കേട്ടോ. അല്ലാതെ എല്ലാവർക്കും ഇപ്പോൾ ഒരു വീട്ടിലുള്ള എല്ലാവർക്കും ഒരേ ഡയറ്റ് തന്നെയല്ല വേണ്ടത്. അപ്പോൾ ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു 6 മന്ത് അല്ലെങ്കിൽ 3 മന്ത് കോഴ്സ് പഠിച്ച ഒരു ന്യൂട്രീഷനിസ്റ്റിന് അങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് തരാനായിട്ട് പറ്റും? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് ഒരാളുടെ കയ്യിൽ അത്രയും അവരുടെ ക്വാളിഫിക്കേഷൻ മനസ്സിലാക്കാതെ അങ്ങനെ കൊടുക്കുന്നതിൽ നിങ്ങൾക്ക് എത്ര വിശ്വാസ്യതയുണ്ട്? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം വെച്ചിട്ട് കളിക്കരുത്. തീർച്ചയായിട്ടും ഒരു ഡയറ്റ് പ്ലാൻ എടുക്കുമ്പോൾ, ഒരു ഡയറ്റീഷ്യൻ്റെ സേവനം തേടുമ്പോൾ, അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷനിസ്റ്റിനെ നിങ്ങൾ ഓൺലൈനായിട്ട് അവരുടെ പ്ലാൻ എടുക്കുമ്പോൾ അവരുടെ ക്വാളിഫിക്കേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡയറ്റീഷ്യൻ്റെ സേവനം തേടാനായിട്ട് ശ്രദ്ധിക്കുക. ഞങ്ങൾ ഡയറ്റീഷ്യൻസ് ഈ സൊസൈറ്റിയിൽ ചെയ്യുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ ഡയറ്റീഷ്യൻസിന് ഒരുപാട് ഓൺലൈൻ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. കമ്മ്യൂണിറ്റി ന്യൂട്രീഷൻ ഫോറം എന്നൊക്കെ പറഞ്ഞ്
കേരളത്തിലുള്ള എല്ലാ ഓൾമോസ്റ്റ് ഡയറ്റീഷ്യൻസ് എല്ലാം അംഗമായിട്ടുള്ള വോളണ്ടറി വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഞങ്ങൾക്കുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ മാക്സിമം ആൾക്കാർ ആ വീഡിയോ പേജ് കണ്ട് നോക്കണം, അത് ഫോളോ ചെയ്യണം, ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യണം. താങ്ക്